വേറൊരു കാര്യം, റെക്സ് വിജയനാണ് അതിൽ ഗിറ്റാർ വായിച്ചത് പൂനിലാമഴയില്. നോബഡി നോസ്. അപ്പൊ ചോട്ടാ മുംബൈയിൽ തന്നെ പൂനിലാമഴ എന്ന് പറഞ്ഞ സിനിമയിലില്ല. എന്റെ അടുത്ത് അൻവർ ആദ്യമേ പറഞ്ഞിരുന്നു, എടാ മിക്കവാറും നീ ഡിസപ്പോയിന്റഡ് ആവാതിരിക്കാൻ വേണ്ടി പറയാണ്, മിക്കവാറും ഷൂട്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. എന്നാലും ഞാൻ ലാസ്റ്റ് വരെ ഒന്ന് നോക്കാം. സാധ്യത കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഓഫ് കോഴ്സ് ബഡ്ജറ്റ് ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യണമെന്നുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് അതിനപ്പുറം ആ തലയുടെ ക്യാരക്ടറും ഭാവനയുടെ ലതയും തമ്മിൽ അങ്ങനെ ഒരു പ്രണയത്തിനുള്ള ഒരു സ്കോപ്പ് അതിലില്ല. പക്ഷെ എനിക്ക് നീ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ, എനിക്ക് എന്റെ ആദ്യത്തെ നമ്മൾ തമ്മിലുള്ള ആദ്യത്തെ സിനിമയിൽ ഒരു ബ്യൂട്ടിഫുൾ മെലഡി വേണം. അത് ചിലപ്പോൾ ഷൂട്ട് ചെയ്തായിരിക്കും, അതുകൊണ്ട് നീ എന്നെ കൊല്ലാൻ പാടില്ല, ചെയ്തു തരണം. ഞാൻ പറഞ്ഞു അതിനിപ്പോ എന്താണ് പറയാ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മള് പൂനിലാമഴ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓൾറെഡി മനസ്സിലുണ്ട്, അത് മിക്കവാറും ഉണ്ടാവില്ല. ബട്ട് അഗൈൻ ആ സംഗീത് എന്ന് പറഞ്ഞ സിംഗർ വന്ന് പാടി. അതുകൊണ്ട് തന്നെയാണ് അത് ചിലപ്പോൾ ഉണ്ടാവില്ല എന്നുള്ളൊരു പേടിയിലാണ് നമ്മൾ സംഗീതം കൊണ്ട് തലയുടെ ഇടയിൽ കൊണ്ട് സംഗീതത്തിന് ഒരു ലൈഫ് ഉണ്ടായിക്കോട്ടെ അങ്ങനെ ലിറ്ററലി. അല്ലെങ്കിൽ അത് ശങ്കർജി പാടിയാണ് ആ ഒരു പോർഷൻ. അപ്പോൾ പൂനിലാമഴ ചെയ്യുമ്പോൾ പോലും അതില് there is so many musical concepts in it. ഇപ്പൊ നമ്മളിപ്പോ ഷൂട്ട് ചെയ്യില്ല എന്തായാലും, അത് ഇപ്പോഴത്തെ പോലെ റേഡിയോ ഇല്ല ആ കാലത്ത്. ഐ ഡോണ്ട് തിങ്ക് there is radio yet. 2007 റേഡിയോയുടെ ഒരു എമർജൻസിലോട്ട് വന്നിട്ടില്ല എന്തായാലും. പക്ഷെ അതുമല്ല, മറ്റ് ഈ പറഞ്ഞ യൂട്യൂബിൽ കേൾക്കലോ അങ്ങനെ CD കിട്ടിയ കിട്ടി, ആളുകൾ റൈറ്റ് ചെയ്യുന്നു കേൾക്കുന്നു. അതല്ലാണ്ട് ഈ സിനിമയിൽ ഇല്ലാത്തൊരു പാട്ടിന് എവിടെയാണ് ഒരു പ്രസക്തി എന്നുള്ളത് ഒരു പ്രശ്നം തന്നെ ആയിരുന്നു. പക്ഷെ അപ്പൊ നമ്മൾ അങ്ങനെ ആലോചിച്ചിരുന്നെങ്കിൽ നമ്മൾ അതിൽ ഉൾപ്പെടുത്തുന്ന കുറെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇല്ലാണ്ട് പോയേനെ. വേറൊരു കാര്യം, റെക്സ് വിജയനാണ് അതിൽ ഗിറ്റാർ വായിച്ചത് പൂനിലാമഴയില്. നോബഡി നോസ്. അപ്പൊ എന്റെ അടുത്ത് അവിടുത്തെ ലാൽ മീഡിയയിലെ ഡാൻ ജോസ് എന്ന് പറഞ്ഞൊരു എഞ്ചിനീയർ ഉണ്ട്. റെക്സ് എന്ന് പറഞ്ഞുള്ള എന്റെ ഫ്രണ്ട് ഉണ്ട്, നന്നായിട്ട് ഗിറ്റാർ വായിക്കും. അവരൊരു ബാൻഡൊക്കെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുടെ പുതിയ കുറച്ച് അവിയല് ഫോം ആവുന്നതിന് മുമ്പുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാവ് അടിപൊളി നല്ല സൗണ്ടിങ്. അപ്പോ അങ്ങനെയാണെങ്കിൽ റെക്സിനെ കൊണ്ട് നമുക്ക് ഗിറ്റാർ വായിപ്പിക്കാം. റെക്സ് ഗിറ്റാർ വായിച്ചു. അതില് കുറച്ച് അത് ഗിറ്റാർ പോലും അതില് പ്രോമിനന്റ്ലി കേൾക്കുന്ന രീതിയിലല്ല, കുറെ ടെക്സ്ചേഴ്സ് ആണ്. ഇപ്പൊ ഇനി ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവും. അപ്പൊ അത് കേട്ട് കഴിഞ്ഞിട്ട് അപ്പൊ ഇതുപോലെ കേൾക്കാൻ വന്നപ്പോഴത്തേക്കും ഞാൻ തല കേൾപ്പിച്ചു, ഇങ്ങനത്തെ ട്രാക്ക് മലയാളത്തിൽ ഉണ്ടാക്കാൻ പറ്റുമോ? ലൈക്ക് അങ്ങനത്തെ ഒരു ടൈമാണത്. അപ്പോ ആ ഒരു പൂനിലാമഴ എന്ന് പറഞ്ഞൊരു ട്രാക്കിനകത്ത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ അതിന്റെ ഇടയ്ക്ക് ഒരു BGM സെക്കൻഡ് ഇന്റർലൂഡ്, അത് രാഗം മാറി ഈ ഗ്രഹഭേദം നടത്തി പോകുന്നുണ്ട്. മറ്റൊരു രാഗത്തിലേക്ക് പോയി ഹനുമത്തോടിയിലോട്ടൊക്കെ പോയി തിരിച്ച് ഏവൻ കല്യാണിലോട്ടൊക്കെ വരുന്ന അതൊരു മ്യൂസിക്കൽ കൺസെപ്റ്റ് ആണ്. അപ്പൊ ആ കൺസെപ്റ്റ് വേണമെങ്കിൽ അവിടെ അത് ഇവിടെ ഇടണ്ട, കാരണം എന്തായാലും ആരും കേൾക്കില്ല എന്ന് വിചാരിച്ചാൽ അത് അവിടെ ആ പാട്ടിൽ ഉണ്ടാവില്ല. ഒരു ആലാപൊക്കെ പോകുന്നുണ്ടല്ലോ, തരരീ എന്നൊക്കെ പറഞ്ഞിട്ട് പാടിയിട്ട് തിരിച്ച് ഇറ്റ് കംസ് ബാക്ക് ടു ദ ഹോം. ആ പാട്ടെങ്ങനെ തുടങ്ങി ആ സ്കെയിലിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട്. അപ്പൊ അത് ദാറ്റ് ഇസ് ഗ്രഹവേദം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ആണ് കർണാട്ടിക് മ്യൂസിക്കിലുള്ള. അപ്പൊ അതൊക്കെ ഉപയോഗിച്ച് ഞാനത് അൻവറിനെ കേൾപ്പിച്ചു. അൻവറിന് ആണോ ശരി ഓക്കെ. പക്ഷെ എന്നെ സംബന്ധിച്ചോളം അത് മ്യൂസിക്കലി എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിരുന്നു. പാടിയവർക്ക് സാറ്റിസ്ഫൈ, വായിച്ച ആളുകൾക്ക് സാറ്റിസ്ഫൈ, എവ്രിബഡി വർ ഹാപ്പി അബൌട്ട് ഇറ്റ്. പക്ഷെ ആ പാട്ട് പിന്നീട് റീഡിസ്കവർ ചെയ്യപ്പെട്ടു. ഈ യൂട്യൂബ് എറ വരുന്ന സമയത്ത് ഈ പാട്ടിന് കേൾവിക്കാര്, ഞാനത് സ്ട്രോങ്ലി എന്റെ ലൈഫിൽ തന്നെ നമ്മൾ ബിലീവ് ചെയ്യുന്ന ഒരു സാധനമാണ്. നമ്മൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് ഡോണ്ട് ഡു പെർഫോമൻസസ്, അതായത് ഡോണ്ട് ഡു സംതിങ് ബിക്കോസ് സംബഡി ഈസ് വാച്ചിങ്. ഇപ്പൊ നമ്മൾ ഒരു റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇന്റഗ്രിറ്റി ആണെങ്കിൽ മറ്റുള്ളവർ കാണുന്നു എന്ന് പറഞ്ഞിട്ട് ഓക്കെ എന്നാ പിന്നെ നമ്മൾ നല്ലത് ചെയ്ത് കളയാം. കാണുന്നില്ല എന്നാ പിന്നെ ചെയ്യണമെന്നില്ല, എന്തിന് ഇത്ര എഫേർട്ട്, അങ്ങനെ അല്ലാണ്ട് വാട്ട് വി ആർ ഡൂയിങ് അറ്റ് എനി ഗിവൺ പോയിന്റ് ഓഫ് ടൈം നമ്മൾ ആ ഫുൾ ഓൺ നമ്മുടെ ഒരു മനസ്സും ഒരു എക്സ്പെർട്ടീസും സ്കിൽ സെറ്റും ഒക്കെ അതിൽ അപ്ലൈ ചെയ്യുക. ലൈക്ക് ഇറ്റ് ഈസ് പ്രോബ്ലി യുവർ ലാസ്റ്റ് സോങ്. അങ്ങനെ ചെയ്യാൻ പറ്റിയാൽ അറ്റ് സം പോയിന്റ് ഇറ്റ് വിൽ ബി റീഡിസ്കവേർഡ്. അപ്പൊ അതിന് ആ പാട്ടിന് ഒരു വലിയൊരു സ്പേസ് പിന്നീട് ഓഡിയൻസ് ഒക്കെ ഉണ്ടായി വന്നു. അപ്പൊ എനിക്ക് ഐ ബിലീവ് ദാറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദ എഫേർട്ട് പുട്ട് ഇൻ. അതിന് അദ്ദേഹം വായനകളും അത്രയും ഒരു സ്പേസ് ഉണ്ടായതുകൊണ്ടാണ് അതിന് അങ്ങനത്തെ ഒരു സംഭവം.